ലെനോവോന്റെ ലീജിയൻ പ്രോ 7 വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കമന്റ്, ബ്രോ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷേ ഇത്ര RGB ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏകദേശം ഇതേ പെർഫോമൻസ് വരുന്ന എന്നാൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പ് പരിചയപ്പെടുത്താമോ എന്ന്. സോ എക്സാക്ട്ലി അതേപോലെ ഒരു ലാപ്ടോപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് ലെനോവോയുടെ ലീജിയൻ പ്രോ 5i ആൻഡ് ദിസ് വീഡിയോ ഇസ് ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്റൽ ആൻഡ് ലെനോവോ. ഇതും ഇന്റലിന്റെ കോർ അൾട്രാ 9 275HX പ്രോസറിലാണ് വരുന്നത്. ഇതിനകത്ത് RTX 5070 Ti ആണ്. ലുക്ക് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലെനോവോയുടെ ബ്രാൻഡിങ് പുറകിൽ മിഡിലായിട്ടാണ് വരുന്നത്. ബാക്കിൽ എക്സോസ്റ്റ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന്റെ നടുവിലായിട്ട് ലെനോവോ എഴുതിയിട്ടുണ്ട്. 7i കണ്ട പോലെ ചുറ്റുമുള്ള RGB ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പക്ഷേ ഇതിന്റെ കീബോർഡിൽ നിങ്ങൾക്ക് 24 സോൺ RGB കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ലെനോവോ ലീജിയൻ സ്പേസ് സോഫ്റ്റ്വെയർ വെച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. സോൾഡ് ആയിട്ടുള്ള ബിൽഡ്, ടോപ്പ് അലുമിനിയം ആണ്, ബാക്കി പോളി കാർബണേറ്റ്. ടോപ്പ് ലിഡിൽ ചെറിയൊരു ഫ്ലെക്സ് ഉണ്ട്, കീബോർഡിൽ ഫ്ലെക്സ് ഒന്നുമില്ല. സിംഗിൾ ഹാൻഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലാപ്ടോപ്പ് ആണ്. പക്ഷേ 7iനേക്കാളും 5i സ്ലിമ്മർ ആണ്. 180 ഡിഗ്രി വരെ സ്ക്രീൻ ഓപ്പൺ ആവും. സ്ക്രീൻ വോബിൾ ഒന്നുമില്ല. ആൻഡ് ലീജിയൻ ലാപ്ടോപ്സിൽ ഹിഞ്ചസ് അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ്. ബ്ലാക്ക് എക്ലിപ്സ് കളറിലാണ് ഇത് വരുന്നത്. ഏകദേശം 2.45 കിലോഗ്രാംസ് ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 300 വാട്ടിന്റെ ചാർജറും കൂടെ ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് ഓൾമോസ്റ്റ് ഒരു 3-3.5 കിലോയുടെ അത്രയും വരും. സോ ക്യാരി ചെയ്യുന്ന ആൾക്കാർ ഇത് മനസ്സിൽ വെക്കുക. ഇനി ഇതിനെ പവർ ചെയ്യുന്ന കോർ അൾട്രാ 9 275HX പ്രോസറെ പറ്റി നോക്കുവാണെങ്കിൽ 24 കോർ ആണ് ഇതിനകത്തുള്ളത്. 8 പെർഫോമൻസ് കോറും 16 എഫിഷ്യൻസി കോഴ്സും ഉണ്ട്. 24 ത്രെഡ് ആണ്. 5.4 GHz. കൂടാതെ ഇന്റൽ കോർ അൾട്രാ CPUസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മൾട്ടി ത്രെഡിങ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പവർ എഫിഷ്യന്റും ആണ്. കാരണം അപ്ഗ്രേഡ് ആയിട്ടുള്ള പവർ ആൻഡ് എഫിഷ്യൻസി കോഴ്സ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ പരിപാടികളൊക്കെ ഗ്രാഫിക്സ് കാർഡിനെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും RTX 5070 Ti നോക്കുവാണെങ്കിൽ ഒരു 12 GB RAM ഉള്ള 140 വാട്ടിന്റെ ടോട്ടൽ ഗ്രാഫിക്സ് പവർ ഉള്ള ഒരു ചിപ്സെറ്റ് ആണ്. ഈ ലാപ്ടോപ്പിനകത്ത് 32 GB RAM ആണുള്ളത്. 16 GB 2 സ്റ്റിക്സ് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ആൻഡ് 1 TB SSD Gen 2 ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. 2 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. 2 സ്ലോട്ട്സ് ഇതിനകത്തുണ്ട്. ആൻഡ് വയർലെസ് കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ Wi-Fi 7, Bluetooth 5.4, 3 മാസത്തെ എക്സ്ബോക്സിന്റെ ഗെയിം പാസ് ഇതിന്റെ ഒപ്പം വരുന്നുണ്ട്. ലെനോവോ ലീജിയൻ സ്പേസിനകത്ത് നിങ്ങൾക്ക് പോർട്ടായിട്ടുള്ള കുറേ അധികം ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഗെയിമിംഗ് സോണിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന ഗെയിം കമ്പാനിയൻ ഉണ്ട്. ഗെയിം കളിക്കുന്നതിനിടയ്ക്കുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് ഒരു റീൽ ആക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ പവർഡായിട്ട് അത് ക്ലിപ്പ് ചെയ്യാനുള്ള ഗെയിം ക്ലിപ്പ് മാസ്റ്റർ പോലത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ആൻഡ് ഈ സ്പോർട്സിന് വേണ്ടി ഗെയിം കോച്ച് ഒക്കെ ഉണ്ട്. മേടിക്കുമ്പോൾ 2000 രൂപയും കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് കിട്ടും. ഒരൊറ്റ ബാറ്ററി വേരിയന്റിലാണ് വരുന്നത്. 80 വാട്ട് അവറിന്റെ. അതിനനുസരിച്ച് വെയിറ്റും കുറവാണ്. ഇനി എക്ക് വേണ്ടി ജസ്റ്റ് NPU മാത്രമല്ല ലെനോവോയുടെ സ്വന്തമായിട്ടുള്ള ചിപ്സെറ്റുകൾ കൂടിയുണ്ട്. 2 ചിപ്പാണുള്ളത്. LA1 LA3 ചിപ്പും. ലെനോവോ മാത്രമാണ് ചിപ്പൊക്കെ തരുന്ന ഒരു ലാപ്ടോപ്പ് ഇറക്കുന്ന ഒരു കമ്പനി. എന്നാലും ഇനി കുറച്ച് ബെഞ്ച് മാർക്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള അല്ലെങ്കിൽ ഹൈ എൻഡ് എഡിറ്റിംഗ്, കോഡിംഗ്, ഗെയിമിംഗ്, മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാപ്ടോപ്പാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു GPU നിങ്ങൾക്ക് പറ്റിയതാണ്. ഇനി 3D റെൻഡറിംഗ് ചെയ്യാനായിട്ട് ബ്ലെൻഡറിന്റെ ഒരു സ്കോർ ഞാൻ കാണിച്ചു തരാം. ഈവൻ ഇതിനകത്ത് Unreal Engine 5 റൺ ചെയ്യാനായിട്ട് പറ്റും. ഗെയിമിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് 3D ബെഞ്ച് മാർക്കിന്റെ സ്കോർ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്സിമം 250 വാട്ടിന്റെ പവർ ആണ് ഇത് വലിക്കുന്നത്. സോ അത്യാവശ്യം ചൂടാകും, പക്ഷേ ചൂട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. 3 ഫാൻ ഇതിനകത്തുണ്ട്. ലെനോവോയുടെ ലീജിയൻ കോൾഡ് ഫ്രണ്ട് ഹൈപ്പർ ചേമ്പർ ടെക്നോളജിയാണ് ഇതിനകത്ത്. സോ സൈഡിൽ നിങ്ങൾക്ക് യാതൊരു വെന്റുകളും കാണില്ല. ഫുൾ വെന്റ് ഉള്ളത് ബാക്കിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു 3D കോപ്പർ പൈപ്പ് കിട്ടുന്നുണ്ട്. എന്നാലും ലീജിയൻ സ്പേസ് സോഫ്റ്റ്വെയറിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് CPU GPUവിന്റെ ഒക്കെ പവർ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല മോഡുകളും ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഗെയിമുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ എല്ലാം FPS ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ GTA 5 എൻഹാൻസ്ഡ് എഡിഷൻ മാക്സിമം റേ ട്രേസിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 100 FPS വരെയും പോകുന്നുണ്ട്. കൗണ്ടർ സ്ട്രൈക്ക് 2 വെരി ഹൈയിൽ നമ്മൾ ഇട്ട് കളിക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 200 FPS മുകളിൽ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ടോം റൈഡർ കളിച്ചു നോക്കി, ഈവൻ ഈ ഫുട്ബോളും കളിച്ചു നോക്കി, യാതൊരു കുഴപ്പമില്ല. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം. എന്നാൽ നിങ്ങൾക്ക് വളരെ ഹൈ എൻഡ് ആയിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് ആ ഒരു ലെവലിൽ പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 5070 Ti എന്ന് പറയുന്നത് ഒരു ടോപ്പ് ടയർ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. ഈ പോർട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ റൈറ്റിൽ RJ45 ലാൻ പോർട്ട്, ഫിസിക്കൽ ഷട്ടർ ബട്ടൺ, 2 USB 3.2 Gen 1 Type A പോർട്സ്, ഹെഡ്ഫോൺ മൈക്ക് ജാക്ക്. ലെഫ്റ്റിൽ നിങ്ങൾക്ക് പവർ ഇൻപുട്ട്, ഒരു HDMI 2.1 പോർട്ട്, ഒരു USB 3.2 Gen 2 Type C ഡിസ്പ്ലേ ഔട്ട്പുട്ടുള്ള പോർട്ട്, അത് PD 3.1 സപ്പോർട്ട് ചെയ്യും. 140 വാട്ട്സ് വരെ ചാർജ് ചെയ്യാൻ പറ്റും. Thunderbolt 4 പോർട്ടാണ്. 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്തായാലും 3.2 Gen 2 Type A ഓൾവേസ് ഓൺ പോർട്ടും ഇതിനകത്തുണ്ട്. ബാക്കിൽ യാതൊരു പോർട്ടും ഇല്ല, കാരണം വലിയ
വലിയൊരു തെർമൽ സിസ്റ്റമാണ് പുറകിലുള്ളത്, ആ ഫാനൊക്കെ ഉള്ളതുകൊണ്ട്. ലേജൻ ട്രൂ സ്ട്രൈക്ക് കീബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. പ്രീമിയം ആയിട്ടുള്ള യു ഷേപ്ഡ് കേസാണ്, 1.6 mm ട്രാവൽ വരുന്നുണ്ട്. ഇതിനകത്ത് പെർക്കി RGB അല്ല വരുന്നത്, 24 സോൺ RGB ആണ് വരുന്നത്. 4 റീപ്ലേസബിൾ ക്യാപ്സ് ഇതിനകത്തുണ്ട്. ഈ കീ ക്യാപ്സ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മീഡിയം സൈസുള്ള ട്രാക്ക് പാഡ് ആണ്, എല്ലായിടത്തും ക്ലിക്ക് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, മൾട്ടി ജസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ലേശം ഓഫ് സെന്റേർഡ് ആണ്. ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിന്റെ മെയിൻ ഹൈലൈറ്റ്. ഫൈനലി LCD-യിൽ നിന്നും OLED-ലേക്ക് മാറിയിരിക്കുകയാണ്. 16 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ WQXGA പാനലാണ്. 1600p 16:10 റേഷ്യോയിലുള്ള ഒരു സ്പോർട്സ് ലെവലിലുള്ള ഒരു ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്, 100% DCI-P3 കളർ ഗാമറ്റും HDR True Black 1000ഉം Dolby Vision NVIDIA G-Sync എല്ലാം ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗ്ലോസി പാനലാണ്, അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷൻ ലേശമുണ്ട്. ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിൽ ബ്ലാക്ക് സ്ക്രീൻസ് ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് റിഫ്ലക്ഷൻ അറിയും, ബട്ട് ഓവറോൾ ദ ഡിസ്പ്ലേ ക്വാളിറ്റി ആൻഡ് ബ്രൈറ്റ്നസ് ഇസ് വെരി ഗുഡ്. മൾട്ടിമീഡിയ കൺസെപ്ഷൻ യാതൊരു പ്രശ്നവുമില്ല. ആൻഡ് വെബ് ക്യാം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിലൂടെയാണ് ആൻഡ് ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലൂടെ ഈ ഒരു അറേ മൈക്രോഫോണിലൂടെയാണ്. എനിക്ക് ഇവിടെ കാണുമ്പോൾ OLED ഡിസ്പ്ലേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. സൗണ്ട് വൈസ് 2 സ്പീക്കേഴ്സ് ആണുള്ളത്, 2 വാട്ടിന്റെ. അത് ട്വീറ്റർ ആൻഡ് വൂഫർ കമ്പൈൻ ചെയ്തിട്ടുള്ള ഹാർമാന്റെ സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് കിട്ടുന്നില്ല, പക്ഷെ നഹീമിക് സൗണ്ട് ബൈ സ്റ്റീൽ ഇതിനകത്തുണ്ട്. ഒരു 3D സറൗണ്ട് സൗണ്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സോഫ്റ്റ്വെയർ വഴി ട്യൂൺ ചെയ്യാനായിട്ട് പറ്റും. ബാറ്ററി ഏകദേശം 2-2.5 മണിക്കൂറോളം സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും. iGPU-ലാണെങ്കിൽ 50% ബ്രൈറ്റ്നസിൽ. ഗ്രാഫിക്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലഗ് ഇൻ ചെയ്തേ പറ്റൂ. 300 വാട്ടിന്റെ പവർ അഡാപ്റ്റർ ആണ്. ഏകദേശം അരമണിക്കൂർ കൊണ്ട് 60% ആവും. ഓൾമോസ്റ്റ് 1 അവർ കൊണ്ട് 1.5 ഹവേഴ്സിനുള്ളിൽ 100% നിങ്ങൾക്ക് ആവും. അതായത് ലെനോവോയുടെ വാൻറ്റേജ് സോഫ്റ്റ്വെയറിനകത്ത് പോയിട്ട് പവർ, ഡിസ്പ്ലേ, സൗണ്ട്, ഇൻപുട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മോഡ്സ് എല്ലാം മാറ്റണമെങ്കിൽ അത് ലീജൻ സ്പേസ് സോഫ്റ്റ്വെയറിൻ്റെ അകത്താണ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് വേണോ, ക്വയറ്റ് വേണോ, പെർഫോമൻസ്, ബാലൻസ്ഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ബ്രൈറ്റ്നസിൻ്റെ ലൈറ്റ് ഓപ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട്. GPU മോഡുകൾ മാറ്റാം. ഇപ്പോൾ ഹൈബ്രിഡ് 2 യൂസ് ചെയ്യണം, അല്ലെങ്കിൽ iGPU മാത്രം മതി, ഡെഡിക്കേറ്റഡ് GPU മാത്രം മതി, ഇതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമൈസേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ലാപ്ടോപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് Lenovo.com-ൽ പോയിട്ട് കസ്റ്റമൈസ് മൈ PC എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ലാപ്ടോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കോൺഫിഗറേഷൻ സുഖമായിട്ട് ഓരോന്നോരോന്നും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൈസിൻ്റെ വ്യത്യാസവും വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണിത്. നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.